ഉണ്ണി ഒന്ന് ഇങ്ങോട്ടേക്ക് പാൻ ചെയ്താൽ ഇത് കണ്ടോ, വലിയ പാറക്കഷ്ടമാണ്. നേരത്തെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ ഈ വീടിന്റെ മുൻവശത്തേക്ക് ഒലിച്ചു വന്നത്. ഇതിന്റെ താഴ്ഭാഗത്തൊരു പാറക്കഷ്ടമുണ്ട്, അവിടെ മണ്ണ് കാണാൻ സാധിക്കും. ഈ മുകൾ ഭാഗത്തു നിന്നാണ് മണ്ണ് ഒലിച്ചിറങ്ങിയിരിക്കുന്നത്. ഇടയപ്പാലത്തെ മണ്ണിടിച്ചിലുണ്ടായ ഏകദേശം 100 മീറ്റർ അകലെ മാത്രമാണ് ഈ സംഭവം എന്നുള്ളത് ഓർക്കണം. ഇനിയും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഈ ഒരു മേഖലയിൽ കാണുന്നത്. നിരവധി നാട്ടുകാരായുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ ചേരുന്നുണ്ട്. അപകട ഭീഷണി ഇപ്പോഴും തുടരുന്നുണ്ടോ? അവിടെ അപകട ഭീഷണി എല്ലാവരും മാറിക്കൊണ്ടിരിക്കണം സ്ഥലങ്ങളിലേക്ക്. ഇത് എത്ര ഉയരത്തിൽ വരെ ഇനി വീടുകളുണ്ട്? ലാസ്റ്റ് വീടിന്റെ വീടാണ്. ഇനി അവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്കൽ സിറ്റി സ്ഥലമുണ്ട്. അതായത് അവിടെ സോളാർ പ്ലാന്റിന് വേണ്ടിയിട്ട് ഏകദേശം 50 ഏക്കർ മാന്തിട്ട് ഇട്ടിട്ടാണ്. പോയി കഴിഞ്ഞാൽ കാണാം. ആ ഇങ്കൽ സിറ്റി എന്നുള്ള വെള്ളമാണ് ഈ വരുന്നത്. മണ്ണാണ് ആ താഴെ വീട്ടുകാരെ അതേപോലെ കഴിഞ്ഞോട് സ്ഥലത്ത് അങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. കംപ്ലീറ്റ് ഉള്ള വീട്ടും ചളിമണ്ണും. സിറ്റി എന്ന് പറയുന്ന ആ വലിയ ക്യാമ്പസ് അല്ലേ, ഒരുപാട് സ്ഥാപനങ്ങൾ. അതെ. അങ്ങോട്ട് സോളാർ പ്ലാന്റിന് വേണ്ടി 50 ഏക്കർ കംപ്ലീറ്റ് ഇങ്ങനത്തെ മല കംപ്ലീറ്റ് മാന്തിയിട്ട് ഇടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഓ, അവര് മാന്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള വെള്ളം മണ്ണാണെങ്കിൽ അന്ന് അടിപൊളി താറ്റ് ഒഴുകി വരുന്നു, എല്ലാ വീട്ടിൽ വരുന്നുണ്ട്. അതെ, ഇന്നലെയൊക്കെ നിങ്ങൾ അയച്ചു തരുന്ന ദൃശ്യങ്ങൾ അതുണ്ടായിരുന്നു. അടുത്താണ്, നിങ്ങൾ നേരിട്ട് പോയി കാണാം, കുറച്ച് പോയാൽ മതി. അതായത് ഇങ്കൽ സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം മുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയാണ്. അവിടെ നിന്ന് മണ്ണെടുത്തത് മൂലം ഒലിച്ചിറങ്ങുന്ന ചെളിവെള്ളം ഇവരുടെ വീടുകളിലേക്ക് വരുന്നുണ്ട്. അതിനിടയിലാണ് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ഇനി മണ്ണിടിയാനുള്ള സാധ്യത മാത്രമാണ് ബാക്കിയുള്ളത്. അത് ഏത് നിമിഷവും സംഭവിക്കും എന്നുള്ളത് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാധു, ഇക്കാര്യത്തിൽ ജിയോളജി വകുപ്പൊക്കെ തന്നെ ഇവർക്ക് ആരാണ് ഇതിന് അനുമതി നൽകിയതെന്ന പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ബാക്കിയാകുന്നത്. ഈ ഉയർന്ന മേഖല ഉണ്ണി ഒന്ന് പാൻ ചെയ്താൽ കാണിച്ചു കൊടുക്കാം. കണ്ടോ, ആ മലനിരകൾക്ക് മുകളിലൊക്കെ തന്നെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. അതും ഇവിടെയുള്ള ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് ആരാണ് ഉറപ്പ് നൽകുന്നതെന്ന ചോദ്യം തന്നെയാണ് ഇവിടെ ബാക്കിയാകുന്നത്. നേരത്തെ ആ മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ അതിന് തൊട്ട് മുകളിൽ പ്രവർത്തിച്ചിരുന്നൊരു ഇന്റർനാഷണൽ സ്കൂൾ അരുൺകുമാർ തുടർച്ചയായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അവിടെ കുട്ടികളുണ്ടോ എന്നുള്ളത്. കുട്ടികളെ മാറ്റിയിട്ടില്ലേ ചോദിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികളായുള്ള ആളുകൾ പറഞ്ഞത് അവരെയൊക്കെ തന്നെ നേരത്തെ മാറ്റി എന്നുള്ളതായിരുന്നു. പക്ഷെ നമ്മുടെ ക്യാമറാമാനും സോണലടങ്ങുന്ന റിപ്പോർട്ടർ സംഘം അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അവരെ ആ ഘട്ടത്തിൽ, അതായത് 9:28 മണ്ണിടിച്ചിലുണ്ടായ ഘട്ടത്തിൽ മാത്രമാണ് അവരവിടെ നിന്ന് മാറ്റിയത്. ഇത്രയധികം ഭീഷണി നിലനിൽക്കുന്ന മേഖലയിൽ എങ്ങനെയാണ് ജനങ്ങളെ താമസിപ്പിക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞത് എന്ന ചോദ്യം തന്നെയാണ് ഇവിടെ ബാക്കിയാകുന്നത്. എന്തായാലും ഈ ഇങ്കൽ സിറ്റി എന്ന് പറയുന്ന മേഖല പ്രവർത്തിക്കുന്ന ഇടത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഏകദേശം ഇവിടെ നിന്നും 2-3 കിലോമീറ്റർ മുകളിലാണ് അത് പ്രവർത്തിക്കുന്നത്. അതിന് മുകളിൽ നിന്ന് അവരുടെ ചില സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി അനധികൃതമായിട്ട് മണ്ണെടുത്തിട്ടുണ്ട്. അത് വലിയ മണ്ണിടിച്ചിലിന് കാരണമായിട്ടുണ്ട്. അനധികൃതമായിട്ട് മണ്ണെടുത്തത് മൂലം ചെളിവെള്ളം വീടുകളിലേക്ക് ഒഴുകി വരുന്ന കാഴ്ചയുണ്ട്. ഇന്നലെയൊക്കെ തന്നെ നമ്മളത് കൊടുത്തിരുന്നു. വീടുകളുടെ ഉള്ളിലോട്ട് ചെളിവെള്ളം വരുന്നുണ്ട്. അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് പറഞ്ഞിരുന്നു. അതിനിടയിൽ കൂടിയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മുകൾ നിലയിലുള്ള അത്തരത്തിലുള്ള അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഈ മണ്ണിടിച്ചിലിന് കാരണമായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ റവന്യൂ വകുപ്പ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ എവിടെയായിരുന്നു റവന്യൂ വകുപ്പ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നത്? വില്ലേജ് ഓഫീസർക്ക് തന്നെ എവിടെയായിരുന്നു എന്ന ചോദ്യം തന്നെയാണ് ഇവിടെ ബാക്കിയാവുന്നത്. പശ്ചിമഘട്ട മലനിരയോട് ചേർന്ന പ്രകൃതിയുടെ പരിസ്ഥിതി ലോലമായിട്ടുള്ള മേഖലയാണിത്. ഇവിടെ എങ്ങനെയാണ് ഇത്രയധികം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി കൊടുക്കാൻ സാധിക്കുക എന്ന ചോദ്യം തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും ഉയരുന്നത്. ഈ വിഷ്വൽസ്, അതായത് ഇപ്പോൾ ഉണ്ണി പകർത്തുന്ന ദൃശ്യങ്ങളിൽ മുകൾ നിലയിലൊക്കെ തന്നെ നിരവധി കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അതിന് തൊട്ടു താഴെ ജനവാസ മേഖലയാണ്. നിരവധി മനുഷ്യർ അന്തിയുറങ്ങുന്ന വീടുകളാണ്. ആ വീടുകളൊക്കെ തന്നെ തകർന്നു പോകുന്ന തരത്തിലേക്ക് ഈ ദുരന്തം വഴിമാറിപ്പോയേനെ ഇനിയും ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം മഴ ഇത്രയധികം കനക്കുന്നു. വടക്കൻ ജില്ലകളിൽ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. മലപ്പുറം ജില്ലയിലൊക്കെ തന്നെ പുലർച്ചെ ആരംഭിച്ച മഴയാണ്. കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അതിന്റെ ഗൗരവം വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ഈ മണ്ണിടിഞ്ഞതിന് മുകളിൽ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടുന്ന് താഴ്വശത്ത് നമുക്കിപ്പോൾ ആ കാണുന്ന ഇടത്തൊക്കെ ചില വീടുകളൊക്കെ കാണാൻ കഴിയുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇവിടെ നിന്നുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കണമെന്ന ആവശ്യം എന്തുകൊണ്ടാണ് അധികൃതർ നടപ്പിലാക്കാത്തത് എന്ന ചോദ്യം കൂടിയുണ്ട്. മണ്ണിടിഞ്ഞ് വന്ന് റോഡിലേക്ക് വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളടക്കം വലിയ ഭീതി ഉണ്ടാക്കുന്നതുമാണ്.